ഇപ്പോൾ കണ്ടന്റുകൾ കൊണ്ടും ടാലന്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ കൊണ്ടും മികച്ചു നിൽക്കുന്ന മറ്റ് ഇൻഡസ്ട്രികളൊക്കെ വാനോളം പുകഴ്ത്തുന്ന നമ്മുടെ മലയാളം സിനിമ ഇൻഡസ്ട്രിക്ക് 2000-നും 2010-നും ഇടയിൽ ഒരു വലിയ ഡൗൺഫോൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കമൽഹാസൻ സാറ് മുന്നേ ഒരു ഇന്റർവ്യൂവിൽ നമ്മുടെ ഇൻഡസ്ട്രിയെ കുറിച്ച് പറഞ്ഞ ഈ ഒരു ക്ലിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. The dark period which happened in Kerala, where I used to predominantly keep shouting because it was dark. It was very dark. I said, you must be ashamed. What happened to my Malayalam cinema? അദ്ദേഹം പറഞ്ഞ മലയാളം സിനിമ ഇൻഡസ്ട്രി നേരിട്ട ആ ഒരു ഡാർക്ക് ഫേസ്, അതിനെ കുറിച്ച് നമുക്കിന്ന് സംസാരിക്കാം. എന്തായിരുന്നു ശരിക്കും ആ ഡാർക്ക് ഫേസ്? മലയാള സിനിമയെ ആ ഒരു അവസ്ഥയിലേക്ക് തള്ളിവിട്ട കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? അതിൽ നിന്നും ഇന്നീ കാണുന്ന ലെവലിലേക്ക് എങ്ങനെയാണ് ആ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്തുകൊണ്ട് മലയാള സിനിമ വളർന്നത്? ഈ കാര്യങ്ങളെല്ലാം നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. കഥ തുടങ്ങുന്നത് വർഷം 2000-ലാണ്. ആ ഒരു വർഷം വരെ മലയാള സിനിമ മികച്ചത് തന്നെയായിരുന്നു. അന്നെല്ലാം വലിയ വിജയങ്ങൾ നേടിയ ഇന്നും നമ്മൾ ആഘോഷിക്കുന്ന എവർഗ്രീൻ സിനിമകളായിരുന്നു മലയാളത്തിൽ നിന്നും വന്നിരുന്നത്. ഫോർ എക്സാമ്പിൾ നരസിംഹം, പഞ്ചാബി ഹൗസ്, അനിയത്തിപ്രാവ്, വല്യേട്ടൻ എക്സെട്ര. അങ്ങനെ കോമഡി, റൊമാൻസ്, ആക്ഷൻ എന്ന് തൊട്ട് അന്ന് ഓഡിയൻസ് കാണാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഓൾമോസ്റ്റ് എല്ലാ ജോണറിലും നല്ല സിനിമകൾ വന്നിരുന്നു. പക്ഷേ 90-കളിൽ മലയാളം സിനിമയുടെ ബാക്ക് ബോൺ ആയിരുന്ന പല ലെജൻഡറി റൈറ്റേഴ്സും ഡയറക്ടേഴ്സും ഇൻഡസ്ട്രിയിൽ ഇല്ലാതെയായി. അതിന്റെ ഇമ്പാക്റ്റ് 2000-ന്റെ തുടക്കത്തിൽ വ്യക്തമായി കാണാൻ തുടങ്ങി. നരസിംഹത്തിന്റെ വിജയത്തിനൊക്കെ ശേഷം ഒരു ട്രാൻസിഷൻ ഫേസ് ആണ് പിന്നെ മലയാള സിനിമ കണ്ടത്. ആ ഒരു ട്രാൻസിഷൻ ഫേസിനെയാണ് പൊതുവെ എല്ലാവരും ഇൻഡസ്ട്രിയുടെ തകർച്ചയായി കണക്കാക്കിയതും. 2001-ൽ ഇറങ്ങിയ 130-ലധികം സിനിമകളിൽ വലിയൊരു ഭാഗവും ഫ്ലോപ്പായിരുന്നു. അതിനുള്ള ഒരു കാരണമായത് സ്ക്രിപ്റ്റുകളിൽ വന്ന റിപ്പീറ്റേഷൻ ആയിരുന്നു. സെയിം പാറ്റേണിൽ വന്ന 100-ലധികം സിനിമകൾ. ഒരു കോമഡി സ്റ്റാർട്ടിങ്, എന്നിട്ട് ഹീറോയെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, പിന്നെ ഹീറോയിനുമായി പ്രണയത്തിലാവുന്നു, അതിനുശേഷം ഉണ്ടാകുന്ന സഡൻ കോൺഫ്ലിക്റ്റുകൾ, അവസാനം ഒരു ഹാപ്പി എൻഡിങ്. ഇതെല്ലാം പിന്നെയും കാണിക്കുന്നതാണെങ്കിലോ ടെക്നിക്കലിയും കഥാപറച്ചിലും യാതൊരു പുതുമയുമില്ലാതെ പ്രായമായിട്ടുള്ള ഹീറോയുടെ യങ് ഹീറോയിനുമായിട്ടുള്ള റൊമാൻസ് വരെ നോർമൽ ആക്കിക്കൊണ്ട് റിപ്പീറ്റ് ചെയ്യുകയായിരുന്നു. അങ്ങനെയുള്ള സിനിമകൾ കണ്ട് മടുത്ത പ്രേക്ഷകർക്ക് അവസാനം തിയേറ്ററിൽ നിന്നും ഒരു എന്റർടൈൻമെന്റ് പോലും ലഭിക്കാതെയായി. അത് സിനിമകളുടെ എല്ലാം വിജയത്തിനെയും സ്വാഭാവികമായിട്ടും നല്ല രീതിയിൽ തന്നെ ബാധിച്ചു. സിനിമകളൊന്നും പിന്നീട് സക്സസ് ആവാതെ വന്നപ്പോൾ അന്ന് കേരളത്തിൽ ആൾക്കാർ ഇഷ്ടപ്പെട്ടിരുന്ന അന്യഭാഷയിൽ നിന്നും വന്നിരുന്ന മാസ് മസാല മൂവീസ് ഇല്ലേ, അതിന്റെ പിന്നാലെ പോകാൻ തുടങ്ങി മലയാളത്തിലെ ഫിലിം മേക്കേഴ്സും. ഓഡിയൻസിനൊക്കെ അതാണ് വേണ്ടിയിരുന്നത് എന്നവർ കരുതിക്കൊണ്ട് ചെയ്ത പ്രജ, ഒന്നാമൻ, വജ്രം, താണ്ഡവം, അങ്ങനെ ഒരു വലിയ ലിസ്റ്റിലുള്ള ബിഗ് ഗംസിന്റെ സിനിമകളും ഫ്ലോപ്പായി. കാരണം ഓഡിയൻസിന് തമിഴ്, തെലുങ്ക് മാസ് സിനിമകളുടെ കോപ്പി കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. മലയാളത്തിലെ സിനിമകളുടെ ഒറിജിനാലിറ്റി ശരിക്കും കുറഞ്ഞു പോയ പോലെ തന്നെയായിരുന്നു അത്. ബിഗ് ഗംസ് അല്ലാതെ പിന്നെ മെയിൻ സ്ട്രീമിൽ ഉണ്ടായിരുന്നത് ജയറാമും SGയുമാണ്. തെങ്കാശിപ്പട്ടണത്തിന് ശേഷം SGക്കും കാര്യമായിട്ടൊന്നും ആ ഒരു സമയത്ത് ചെയ്യാൻ കഴിഞ്ഞില്ല. 99-കളിൽ വരെ സൂപ്പർ ഹിറ്റ് സിനിമകൾ ചെയ്തിരുന്ന ജയറാമേട്ടനും ആ ഒരു കാലയളവിൽ ഡൗൺഫോളിലേക്ക് പോയി. പോരാത്തതിന് തിയേറ്ററുകളിലൊന്നും സിനിമകൾക്ക് ആളുകൾ അധികം കയറാതെ ആയിട്ട് തിയേറ്റർ ഓണേഴ്സും എല്ലാം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇൻഡസ്ട്രി ടോട്ടലി ഒരു ഡൗൺഫോളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മറ്റൊരു ശാപം കൂടി ഇതിന്റെ കൂടെ വന്നത്. മലയാള സിനിമയിലെ സോഫ്റ്റ് പോൺ ഇറ. ഷക്കീല, രേഷ്മ എന്നിങ്ങനെയുള്ളവരുടെ ചെറിയ ബഡ്ജറ്റിൽ വരുന്ന സിനിമകൾ കാണാനായിരുന്നു ഓഡിയൻസ് തിയേറ്ററിലേക്ക് പിന്നെ പോയിരുന്നത്. അങ്ങനത്തെ സിനിമകളെല്ലാം പ്രോഫിറ്റബിൾ ആവുന്നത് കാരണം അതാണ് സേഫ് എന്ന് പല പ്രൊഡ്യൂസേഴ്സിനും തോന്നി. അത് മാത്രമല്ല, ഇത്തരത്തിലുള്ള സോഫ്റ്റ് ബോൺ സിനിമകൾക്ക് കേരളത്തിന് പുറത്തും കൂടുതൽ പോപ്പുലാരിറ്റി കിട്ടാൻ തുടങ്ങി. അന്ന് കേരളത്തിന് പുറത്ത് ഒരു മലയാള സിനിമ ഓടാൻ വേണ്ടിയിട്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് സിനിമയിലേക്ക് റാൻഡം ആയിട്ടുള്ള ക്ലിപ്സ് എഡിറ്റ് ചെയ്ത് കയറ്റാറുണ്ടായിരുന്നു എന്ന് പോലും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. It was very dark. I said, you must be ashamed. ഷക്കീൽ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, മലയാളത്തിൽ അവരെ ഷൂട്ടിങ്ങിന് വിളിച്ചിട്ട് അവരോട് പറയാതെ തന്നെ ഒരു സിനിമക്ക് പകരം അതിന്റെ കൂടെ തന്നെ മറ്റ് സിനിമകളുടെ ഷൂട്ടിങ്ങും കൂടി നടത്തി അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്തിരുന്നു എന്നുള്ളത്. പോസ്റ്റേഴ്സിലെല്ലാം അവരുടെ ഫോട്ടോസ് വെച്ചുകൊണ്ടായിരുന്നു സിനിമകൾ മാർക്കറ്റ് ചെയ്തിരുന്നത് പോലും. അങ്ങനെ ചെറിയ തിയേറ്റർ ഓണേഴ്സ് ഒക്കെ സർവൈവലിന് വേണ്ടി ഇത്തരം സിനിമകളിൽ റിലേ ചെയ്തു. ഏറ്റവും വിയേർഡായിട്ടുള്ള ഒരു ഫാക്ട് എന്താണെന്ന് വെച്ചാൽ, അന്ന് കേരളത്തിന് പുറത്തുള്ളവർക്ക് മലയാള സിനിമ കാണാൻ പോകുന്നത് എന്ന് പറയുന്നത് പോലും ബി ഗ്രേഡ് സിനിമകൾ കാണാൻ പോകുന്നു എന്ന് പറയുന്ന പോലെയായിരുന്നു.
മോശം എന്ന് പറഞ്ഞാൽ മോശം അഭിപ്രായം. ആ ഒരു ലെവലിലേക്കായിരുന്നു പലരും മലയാള സിനിമയെ വിലയിരുത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഫാമിലി ഓഡിയൻസ് കൂടെ തിയേറ്ററിലേക്ക് നല്ല സിനിമകൾ കാണാൻ പോകുന്നത് കുറവായി. വലിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സും സ്റ്റുഡിയോസും ഒക്കെ ഇതിൽ നിന്നും മാറി നിന്നിരുന്നെങ്കിലും പല തിയേറ്റേഴ്സും സർവൈവ് ചെയ്തത് അത്തരത്തിലുള്ള സിനിമകൾ റൺ ചെയ്തിട്ടായിരുന്നു. ഈ ഒരു കാരണവും പിന്നെ കേരളത്തിൽ സക്സസ്ഫുൾ ആയിരുന്ന തെലുങ്ക് തമിഴ് സിനിമകളെ കോപ്പി അടിച്ച് മലയാളത്തിൽ ചെയ്തിരുന്നതും സൂപ്പർ സ്റ്റാർസിനെ വെച്ചിട്ടുള്ള ടെംപ്ലേറ്റഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റുകളും അതൊക്കെ കാരണം കൊണ്ട് ഇൻഡസ്ട്രി ഒരു തകർച്ചയിലേക്ക് എത്തി. ഡാർക്ക് സമയമായിരുന്നെങ്കിലും അന്നും നല്ല സിനിമകൾ മലയാളത്തിൽ ഇറങ്ങിയിരുന്നു. ബട്ട് കമ്പാരിറ്റീവ്ലി അത് കുറവായിരുന്നു. ഓൾസോ ഇന്നോവേറ്റീവ് ആൻഡ് ക്രിയേറ്റീവ് ആയിട്ടുള്ള സിനിമകൾ അതിലുണ്ടായിരുന്നുമില്ല. അങ്ങനെ ബിഗംസിനും ഹിറ്റ് സിനിമകൾ കുറഞ്ഞു വന്ന സമയത്ത് ഇൻഡസ്ട്രിയിൽ ഒരു ക്രൗഡ് പുള്ളറായിട്ട് പിടിച്ചു നിന്നിരുന്ന ഒരൊറ്റ ആക്ടർ ഉണ്ടായിരുന്നുള്ളൂ, ദിലീപ്. ആളുടെ കരിയർ പീക്കിന്റെ ടൈം കൂടിയായിരുന്നു അത്. CID മൂസ, പറക്കുന്തളിക, മേരിക്കുണ്ടൊരു കുഞ്ഞാട്, അതെല്ലാം ആ ഒരു 2000-2010 കാലഘട്ടത്തിലായിരുന്നു. അങ്ങനെ ഫാമിലി ഓഡിയൻസിനൊക്കെ തിയേറ്ററിലേക്ക് വരുത്താൻ ദിലീപിനെ കൊണ്ട് കുറച്ചെങ്കിലും സാധിച്ചു. എന്നാലും ഈ കാര്യങ്ങളുടെ എല്ലാം കൂടെ തന്നെയുള്ള മറ്റു ചില ഫാക്ടേഴ്സ് കൂടി ഇൻഡസ്ട്രിയെ ബാധിച്ചിരുന്നു. അത് ഇൻഡസ്ട്രിയെ കൂടുതൽ തകർച്ചയിലേക്ക് എത്തിച്ചു. ആ ഫാക്ടേഴ്സ് എല്ലാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം തന്നെ അമ്മ സംഘടനയിൽ ഉണ്ടായിരുന്ന ഇന്റേണൽ പൊളിറ്റിക്സ്, തിലകൻ സാറുമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായതും പൃഥ്വിരാജ്, വിനയൻ പോലുള്ളവർക്കൊക്കെ ബാന് കിട്ടിയതും അതെല്ലാം ആ സമയത്തായിരുന്നു. നിനക്ക് ഷാഡോ ബാന അപ്രഖ്യാപിത വിലക്ക്. പൃഥ്വിരാജ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ആരും അഭിനയിക്കത്തില്ല എന്ന് താരങ്ങൾ പറഞ്ഞു. പിന്നെ ഉർവശി, ശോഭന എന്നീ ആക്ടേഴ്സിന്റെ ഇറ കഴിഞ്ഞതോടുകൂടി നല്ല ക്വാളിറ്റി ഉള്ള അധികം നടിമാരൊന്നും ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നില്ല. മഞ്ജു വാര്യറൊക്കെ അപ്പോ സിനിമയിൽ നിന്നും ഒരു ബ്രേക്ക് എടുത്തിരുന്നു. മറ്റൊരു ഫാക്ടറാണ് ജയറാം, സുരേഷ് ഗോപി പോലുള്ള 20s തുടക്കത്തിൽ വരെ നിറഞ്ഞു നിന്നിരുന്ന ബാങ്കബിൾ സ്റ്റാർസ് പതിയെ ഫെയ്ഡായി പോകാൻ തുടങ്ങിയത്. ഓൾസോ ഫാമിലി ഓഡിയൻസ് ആണെങ്കിൽ ബിഗ് സ്ക്രീനിന് പകരം മിനി സ്ക്രീനിൽ സിനിമ കാണുന്നത് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യാനും തുടങ്ങി. അന്നൊക്കെ TV ഓൾമോസ്റ്റ് എല്ലാ വീടുകളിലും എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒറ്റ നല്ല സിനിമ തന്നെ റിപ്പീറ്റ് വാച്ച് ചെയ്ത് കുറെ കാലം കാണാനും തുടങ്ങി ആൾക്കാരൊക്കെ. അങ്ങനെയാണ് പല സിനിമകളും തിയേറ്ററിൽ വലിയ വിജയമാവാതെ പിന്നീട് TVയിലൂടെ കണ്ട് ഒരു കൾട്ട് സ്റ്റാറ്റസ് നേടിയെടുത്തത്. ഇതെല്ലാം സിനിമയുടെ തിയേറ്റർ പ്രോഫിറ്റിനെ ബാധിച്ചു എന്ന് വെച്ചാൽ പല C-ക്ലാസ് തിയേറ്റേഴ്സും ഈ സോഫ്റ്റ് ഫോണൊക്കെ വെച്ച് കുറച്ചു കാലം ബിസിനസ് ചെയ്തതിന് ശേഷം നഷ്ടത്തിലായി തുടങ്ങി. അപ്പോൾ തിയേറ്റേഴ്സ് പലതും കല്യാണ ഹാളുകളാവാൻ വരെ തുടങ്ങി. കൂടാതെ 80s-ലും 90s-ലും നാഷണൽ അവാർഡ്സിൽ നിറഞ്ഞു നിന്നിരുന്ന മലയാള സിനിമക്ക് ആ ഒരു ഫേസിൽ കിട്ടിയിരുന്ന നാഷണൽ റെക്കഗ്നീഷനും നല്ല രീതിയിൽ കുറവായിരുന്നു. പ്രോഫിറ്റബിൾ ആയിട്ടുള്ള സിനിമകൾ കുറച്ചൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ബ്ലോക്ക് ബസ്റ്റേഴ്സ് ആയിട്ട് മീശ മാധവൻ, ക്ലാസ്മേറ്റ്സ് ഒക്കെ പോലത്തെ വിരലിൽ എണ്ണാവുന്ന സിനിമകളെ ഒരു ഡിക്കേഡിൽ മൊത്തമായിട്ട് സംഭവിച്ചുള്ളൂ. അങ്ങനെ പറഞ്ഞതും പറയാത്തതുമായിട്ടുള്ള കുറെ ഫാക്ടേഴ്സ് കാരണം 2010 വരെ മലയാള സിനിമക്ക് അത്ര നല്ല സമയമായിരുന്നില്ല. പക്ഷേ എല്ലാ കയറ്റത്തിന് ശേഷവും ഒരു ഇറക്കമുണ്ടല്ലോ, ആ ഒരു ഇറക്കത്തിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് അത് 2011-ലായിരുന്നു. മലയാള സിനിമയുടെ മാറ്റത്തിന് തുടക്കമിട്ട സിനിമ ട്രാഫിക്. കേരള കഫേയും പാസഞ്ചറും ഒക്കെ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് ഫിലിം മേക്കേഴ്സിനെ ഇൻസ്പയർ ചെയ്തു. ട്രാഫിക്കിന് എന്താണ് ഇത്രയും പ്രത്യേകത എന്ന് ചോദിച്ചാൽ ട്രാഫിക്കിന് മുന്നേയും അതിന് ശേഷവുമുള്ള മലയാള സിനിമയുടെ മാറ്റം തന്നെയാണ്. ട്രാഫിക്കിന് മുന്നേ വരെ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ പോലെയുള്ള ടെംപ്ലേറ്റഡ് ആയിട്ടുള്ള സൂപ്പർ സ്റ്റാർ പടങ്ങളായിരുന്നു കൂടുതലും ഇറങ്ങിയിരുന്നത്. ആ ഒരു ടെംപ്ലേറ്റ് ബ്രേക്ക് ചെയ്തുകൊണ്ട് വന്ന യാതൊരു സ്റ്റാർ കാസ്റ്റും വെച്ച് മുൻതൂക്കം നിൽക്കാത്ത കണ്ടന്റ് ഡ്രിവൺ ആയിട്ടുള്ള മലയാളത്തിന്റെ കോറായ ക്രിയേറ്റിവിറ്റിയെ തിരിച്ചു കൊണ്ടുവന്ന സിനിമയാണ് ട്രാഫിക്. അത് ഓഡിയൻസിനൊക്കെ ഒരു ബ്രെത്ത് ഓഫ് ഫ്രഷ് എയർ ആയിരുന്നു. ഇനിയും എന്തിനാണ് തിയേറ്ററിൽ പോയിട്ട് ഓഡിയൻസ് സിനിമ കാണുന്നത്, അതും മിനി സ്ക്രീനിന് പകരമായിട്ട് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു ട്രാഫിക്കിന്റെ തിയേറ്റർ എക്സ്പീരിയൻസ്. അതുകൊണ്ട് തന്നെ ട്രാഫിക് ഒരു വലിയ വിജയമായി, കൂടെ ഒരു ട്രെൻഡ് സെറ്ററും കൂടി. അതിനുശേഷം പിന്നീട് പുതിയ ഐഡിയാസ് ഒക്കെ വെച്ചിട്ടുള്ള ന്യൂ ജനറേഷൻ സിനിമകൾ ബാക്ക് ടു ബാക്ക് റിലീസാക്കിക്കൊണ്ട് മോളിവുഡ് പഴയതിലും മികച്ചതായിട്ട് തിരിച്ചു വരികയായിരുന്നു. ചാപ്പാക്കുരിശും കോക്ടെയിലും സോൾട്ടും പെപ്പറും ഒക്കെ ആയിട്ട് കുറെ പുതിയ ടാലന്റ്സ്, പുതിയ സിനിമകൾ എടുത്തുകൊണ്ടുവന്ന് ഇൻഡസ്ട്രിയെ രക്ഷിച്ചു. പഴയതുപോലെ പ്രേക്ഷകർ പിന്നെയും തിയേറ്ററുകളിലേക്ക് സിനിമകൾ കാണാൻ വേണ്ടി ഒഴുകാൻ തുടങ്ങി. 2013-15 കാലഘട്ടത്തില് ദൃശ്യം, മഹേഷിന്റെ പ്രതികാരം, പ്രേമം, മുംബൈ പോലീസ് അതുപോലുള്ള ഫ്രഷ് ഐഡിയാസ് വെച്ചിട്ടുള്ള പുതിയ സ്റ്റൈലിൽ സിനിമകൾ വന്നതോടുകൂടി ഇൻഡസ്ട്രിക്ക് പിന്നെ പിന്നിലോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. കോവിഡിന്റെ
ആ ഒരു സമയം വരെ ആ ഒരു സ്ട്രീക്ക് നിലനിർത്തിക്കൊണ്ടുള്ള സിനിമകൾ തന്നെയായിരുന്നു. അതിനുശേഷം പിന്നെയും പരീക്ഷണങ്ങൾ ചെയ്തുകൊണ്ട് ഇന്ന് നമ്മുടെ മലയാള സിനിമ എത്തി നിൽക്കുന്ന ലെവല് ദാറ്റ് ഈസ് വേൾഡ് ക്ലാസ്. ഇപ്പോൾ നമുക്ക് ലോകത്തിന് മുഴുവനായിട്ട് ദിസ് ഈസ് മലയാളം സിനിമ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള എ ബഞ്ച് ഓഫ് മൂവീസ് ഉണ്ട്. ആൻഡ് അത് കാരണം തന്നെയാണ് ഇന്ന് മറ്റ് ഇൻഡസ്ട്രികളെല്ലാം മലയാള സിനിമയെ കുറിച്ച് ബഹുമാനത്തോടെ സംസാരിക്കുന്നത്. Malayalam cinema, I think, has the best writing today. ഒരു കാലത്ത് തകർന്നു പോയെന്ന് കരുതപ്പെട്ട ഒരു ഇൻഡസ്ട്രിയാണ് ബ്രിക്ക് ബൈ ബ്രിക്ക് ബെറ്റർ ആക്കിക്കൊണ്ടുവന്ന് ഇന്ന് ഇന്ത്യയിലെ ബെഞ്ച് മാർക്കായി മാറ്റിയത്. സോ യാ, ഇതിലും കൂടുതൽ കാര്യങ്ങൾ അറിയുന്നവർ ഉണ്ടാകാം. ഡു കമന്റ് യുവർ ഒപ്പീനിയൻസ് ആൻഡ് ലെറ്റ്സ് ഡിസ്കസ് ഇറ്റ് ഇൻ ദ കമന്റ്സ്. അപ്പൊ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് റാപ്പ് ചെയ്യാം. ഐ ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിച്ചോ. ഇതുപോലത്തെ മലയാളം സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ടേക്ക് കെയർ, ഗുഡ് ബൈ.